ഡോക്ടർ ജിമ്മിയുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ വിഷയം പ്രപഞ്ചം യാഥാർത്ഥ്യമാണോ അതോ ഒരു മായയോ? ചുറ്റും നോക്കൂ. നിങ്ങളുടെ കൈകൾ, ശരീരം, കാലിനടിയിലെ ഭൂമി, മുകളിൽ കാണുന്ന നക്ഷത്രങ്ങൾ എല്ലാം ഉറച്ചതുപോലെ തോന്നുന്നു. എല്ലാം യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നു. പക്ഷെ ശാസ്ത്രം ഒരു വിചിത്ര ചോദ്യം ചോദിക്കുന്നു. നാം കാണുന്നത് യാഥാർത്ഥ്യത്തെയാണോ അല്ലെങ്കിൽ നമ്മുടെ മസ്തിഷ്കം സൃഷ്ടിക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ ഒരു രൂപത്തെയാണോ? നമ്മുടെ കണ്ണുകൾ ലോകത്തെ നേരിട്ട് കാണുന്നില്ല, അവ പ്രകാശം സ്വീകരിക്കുന്നു. നമ്മുടെ ചെവികൾ ലോകത്തെ നേരിട്ട് കേൾക്കുന്നില്ല, അവ സ്പന്ദനങ്ങൾ സ്വീകരിക്കുന്നു. നമ്മുടെ ത്വക്ക് പ്രപഞ്ചത്തെ നേരിട്ട് തൊടുന്നില്ല, അത് സമ്മർദ്ദം, ചൂട്, തണുപ്പ്, വേദന ഇവയാണ് സ്വീകരിക്കുന്നത്. പിന്നീട് മസ്തിഷ്കം ഈ സിഗ്നലുകൾ എടുത്ത് നമ്മുടെ യാഥാർത്ഥ്യം നിർമ്മിക്കുന്നു. അതുകൊണ്ട് നാം കാണുന്ന ലോകം പ്രപഞ്ചം തന്നെയല്ല, അത് പ്രപഞ്ചം മനുഷ്യാനുഭവമായി വിവർത്തനം ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ മറ്റു ജീവികളെ നോക്കൂ. നായ ജീവിക്കുന്നത് മണങ്ങളുടെ പ്രപഞ്ചത്തിലാണ്. വവ്വാൽ ജീവിക്കുന്നത് പ്രതിധ്വനികളുടെ പ്രപഞ്ചത്തിലാണ്. തേനീച്ച കാണുന്നത് മനുഷ്യ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്ന അൾട്രാവയലറ്റ് രൂപങ്ങളെയാണ്. പാമ്പ് ചൂട് തിരിച്ചറിയുന്നു. കഴുകൻ ദൂരത്തെ അത്ഭുതകരമായ വ്യക്തതയോടെ കാണുന്നു. സസ്യങ്ങൾ പോലും കണ്ണുകളോ ചെവികളോ ഇല്ലാത്ത പ്രകാശം, ഗുരുത്വാകർഷണം, സ്പർശം, വെള്ളം, രാസസൂചനകൾ, സമയം ഇവ തിരിച്ചറിയുന്നു. നിശബ്ദമായി പ്രതികരിക്കുന്നു. യാഥാർത്ഥ്യം അവരോട് മറ്റൊരു ഭാഷയിൽ സംസാരിക്കുന്നത് പോലെ. അപ്പോൾ യഥാർത്ഥ പ്രപഞ്ചം ഏതാണ്? മനുഷ്യന്റെ പ്രപഞ്ചമോ, തേനീച്ചയുടെ പ്രപഞ്ചമോ, സസ്യങ്ങളുടെ നിശബ്ദ പ്രപഞ്ചമോ, അല്ലെങ്കിൽ ഇവയെല്ലാം അതേ അനന്തരഹസ്യത്തിലേക്കുള്ള ചെറിയ ജനാലകളോ? പിന്നെ ക്വാണ്ടം ഭൗതികശാസ്ത്രം കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നു. ഏറ്റവും ചെറിയ തലത്തിൽ കണങ്ങൾ ചെറിയ ഉറച്ച പന്തുകളല്ല, അവ സാധ്യതകളുടെ തരംഗങ്ങളെ പോലെ പെരുമാറുന്നു. അളക്കപ്പെടുന്നതുവരെ യാഥാർത്ഥ്യം തന്നെയും ഒരു രൂപം തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് കാത്തിരിക്കുന്നത് പോലെ തോന്നുന്നു. പിന്നീട് മറ്റൊരു രഹസ്യം, പ്രപഞ്ചത്തിന്റെ വലിയ ഭാഗം നമുക്ക് അദൃശ്യമാണ്. ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി, ഇന്ന് പൂർണ്ണമായി മനസ്സിലാക്കാത്ത മറഞ്ഞിരിക്കുന്ന ശക്തികൾ. അതുകൊണ്ട് നാം യാഥാർത്ഥ്യം എന്ന് വിളിക്കുന്നത് അതിലും ആഴത്തിലുള്ള എന്തോ ഒന്നിന്റെ നേർത്ത ഉപരിതലം മാത്രമായിരിക്കാം. ഇത് പ്രപഞ്ചം വ്യാജമാണെന്ന് തെളിയിക്കുന്നില്ല, ജീവിതത്തിന് അർത്ഥമില്ലെന്നും പറയുന്നില്ല. പക്ഷെ അത് ശക്തമായൊരു സത്യം പറയുന്നു: യാഥാർത്ഥ്യം സാധാരണ കണ്ണുകൾ കാണുന്നതിനേക്കാൾ വളരെ വിചിത്രമാണ്. ഒരുപക്ഷെ പ്രപഞ്ചം യാഥാർത്ഥ്യമാണ്, പക്ഷെ നാം കരുതുന്ന ലളിതമായ രീതിയിൽ അല്ല. മായ എന്നത് വ്യാജം എന്നല്ലായിരിക്കാം. മായ എന്നത് അപൂർണം, പരിമിതം, മനുഷ്യേന്ദ്രിയങ്ങളിലൂടെ മാത്രം കാണപ്പെട്ടത് എന്നതായിരിക്കാം. കാരണം നാം പ്രപഞ്ചത്തെ നേരിട്ട് അനുഭവിക്കുന്നില്ല. നാം അനുഭവിക്കുന്നത് ഇന്ദ്രിയങ്ങൾ നിർമ്മിച്ച, മസ്തിഷ്കം രൂപപ്പെടുത്തിയ, ശാസ്ത്രം ചോദ്യം ചെയ്യുന്ന ഒരു മനുഷ്യ യാഥാർത്ഥ്യമാണ്. അവസാന ഉത്തരം ഇതായിരിക്കാം: പ്രപഞ്ചം വെറും യാഥാർത്ഥ്യമല്ല, വെറും മായയുമല്ല, അതൊരു രഹസ്യമാണ്. യഥാർത്ഥ്യത്തിന്റെ മുഖംമൂടി ധരിച്ച രഹസ്യം. ഒരു പക്ഷേ ഏറ്റവും വലിയ മായ പ്രപഞ്ചമല്ല, മനുഷ്യ കണ്ണുകൾക്ക് മുഴുവൻ സത്യവും കാണാൻ കഴിയും എന്ന് നമുക്ക്